ഹായ്, ഞാൻ സെയ്ദ് CJ. ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രാക്ടിക്കൽ ബിസിനസ് അക്കൗണ്ട്സിലും GSTയിലും ടാലി പ്രൈമിലും ടാസ്ക് നടത്തുന്ന ഒരു പ്രോഗ്രാമുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ പ്രോഗ്രാമിൽ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം. ഈ പ്രോഗ്രാം 100% ഫ്രീ ഓഫ് കോസ്റ്റിലാണ് പ്രോഗ്രാം നടത്തുന്നത്. ഒരു ബിസിനസ്സിൻ്റെ അക്കൗണ്ട്സ് എങ്ങനെ പ്രാക്ടിക്കലായിട്ട് ചെയ്യാം, ഒരു ട്രേഡിംഗ് ബിസിനസ്സിൻ്റെ അക്കൗണ്ട്സ് എങ്ങനെയാണ് ചെയ്യുക, ആ ബിസിനസ്സിൻ്റെ റിപ്പോർട്ട്സുകൾ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുക, ആ ബിസിനസ്സിലെ സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സ് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം, ഒരു ബിസിനസ്സിൻ്റെ ഫൈനൽ അക്കൗണ്ട്സ് പ്രാക്ടിക്കലി എങ്ങനെ പ്രിപ്പയർ ചെയ്യാം, ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റുകളൊക്കെ എങ്ങനെ പ്രാക്ടിക്കലായിട്ട് പ്രിപ്പയർ ചെയ്യാം എന്നുള്ളതാണ് പ്രാക്ടിക്കൽ അക്കൗണ്ട്സ് എന്ന് പറയുന്ന ഫസ്റ്റ് സെഗ്മെൻറ്റിൽ നമ്മൾ ട്രെയിനിങ് തരാം. രണ്ടാമത് ഈ ഒരു ട്രെയിനിങ്ങിൽ നമ്മൾ നിങ്ങൾക്ക് തരുന്നത് GSTയുടെ ട്രെയിനിങ് ആണ്. GSTയുടെ ബേസിക് തലം തൊട്ട് CGST, SGST, IGST എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, അത് എങ്ങനെ കമ്പ്യൂട്ട് ചെയ്യാം, GST രജിസ്ട്രേഷൻ എങ്ങനെ ഒരു ബിസിനസ്സിൻ്റേത് ലൈവായിട്ട് എടുക്കാം, ഒരു ബിസിനസ്സിൻ്റെ രജിസ്ട്രേഷൻ എങ്ങനെ ലൈവായിട്ട് എടുക്കാം എന്നുള്ളതിനെക്കുറിച്ചുള്ള ഫുൾ ട്രെയിനിങ് നിങ്ങൾക്ക് കിട്ടും. രജിസ്ട്രേഷൻ എങ്ങനെ അമെൻഡ് ചെയ്യാം, രജിസ്ട്രേഷൻ എങ്ങനെ ക്യാൻസൽ ചെയ്യാം, രജിസ്ട്രേഷൻ എടുക്കുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും ഡെഫിഷ്യൻസി നോട്ടീസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ക്ലാരിഫിക്കേഷൻ നമുക്ക് എങ്ങനെ ഫയൽ ചെയ്യാം തുടങ്ങി രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ലൈവായിട്ട് GSTയുടെ വെബ്സൈറ്റിൽ കയറിയിട്ട് തന്നെ നമ്മൾക്ക് ഈ ഒരു ട്രെയിനിങ്ങിൽ നിങ്ങൾക്ക് നല്ലപോലെ മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. അതുപോലെ GSTയിൽ ഏതൊക്കെ തരത്തിലുള്ള ഡീലേഴ്സ് ഉണ്ട്, ഓരോ ഡീലേഴ്സിൻ്റെയും GST എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക, GSTയിലെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് സിസ്റ്റം എന്താണ്, GSTയിൽ ഏതൊക്കെ ഇൻപുട്ടിനാണ് ക്രെഡിറ്റ് കിട്ടുക, ഇങ്ങനെ GSTയുമായി ബന്ധപ്പെട്ട ഇൻട്രസ്റ്റ് ആൻഡ് പെനാൽറ്റീസ് എപ്പോഴാണ് GSTയിൽ ഉണ്ടാവുക, GSTയിലെ കണക്ക് എങ്ങനെയാണ് സർക്കാരിലേക്ക് കൊടുക്കുക തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചിട്ടായിരിക്കും GSTയുടെ സെഗ്മെൻറ്റിൽ നമ്മൾ ട്രെയിനിങ് തരാം. മൂന്നാമത് നമ്മൾ ഈ കോഴ്സിൽ തരുന്ന ട്രെയിനിങ് ടാലി പ്രൈമിൻ്റെ ട്രെയിനിങ് ആണ്. ടാലി പ്രൈമിൽ എങ്ങനെയാണ് ഒരു ബിസിനസ്സിലെ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുക, ടാലി പ്രൈമിലെ വ്യത്യസ്തങ്ങളായ ഫങ്ഷൻസ് എന്തൊക്കെയാണ്, ധാരാളം ഷോർട്ട് കീസുകളുണ്ട് ടാലി പ്രൈമിൽ. ടാലി ERP9 നിന്നും കുറച്ച് വ്യത്യസ്തമാണ് ടാലി പ്രൈം. ടാലിയുടെ പുതിയ വേർഷനാണ് ടാലി പ്രൈം. അപ്പോൾ ടാലി പ്രൈം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ ഒരു ബിസിനസ്സിലെ ട്രാൻസാക്ഷൻ സിസ്റ്റമാറ്റിക് ആയിട്ട് റെക്കോർഡ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു കോഴ്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹൈലൈറ്റ്, നമ്മൾ +1, +2, BCom, MCom, BBA, MBA തുടങ്ങിയ തലങ്ങളിലൊക്കെ പഠിച്ച അക്കൗണ്ടിങ് സിസ്റ്റം ഉണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം. ജേണൽ എഴുതൽ സിസ്റ്റത്തിലായിരിക്കും നമ്മൾ അവിടെ അക്കൗണ്ട്സ് പഠിച്ചിട്ടുണ്ടാവുക. പക്ഷെ അതിൽ നിന്നും വ്യത്യസ്തമായി വളരെ സിമ്പിളായിട്ടുള്ള, ആർക്കും എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന സിമ്പിൾ ടെക്നിക്കായിരിക്കും നമ്മൾ അക്കൗണ്ട്സ് പഠിപ്പിക്കാൻ വേണ്ടി നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഈ ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ കൊമേഴ്സിൻ്റെ ബേസ് ഒന്നും ആവശ്യമില്ല. നോൺ കൊമേഴ്സുകാർക്കും നമ്മുടെ ഈ പ്രോഗ്രാമിലേക്ക് വരാം. BA-ക്കാരോ BSc-ക്കാരോ BTech-ക്കാരോ നിങ്ങൾ കൊമേഴ്സിൻ്റെ ഒരു ബേസ് പോലും ഇല്ലെങ്കിലും നിങ്ങൾക്ക് ഈ പ്രോഗ്രാമിലേക്ക് വരാവുന്നതാണ്. അപ്പോൾ ടാലി പ്രൈമിൽ എങ്ങനെയാണ് GST എൻ്റർ ചെയ്യുക, ടാലി പ്രൈമിൻ്റെ ഫൈനലൈസേഷൻ സിസ്റ്റം എങ്ങനെയാണ്, ടാലി പ്രൈമിൽ ഒരു ബിസിനസ്സിൻ്റെ റിപ്പോർട്ട്സുകൾ എങ്ങനെയാണ് അക്കൗണ്ട്സിൽ എടുക്കുക തുടങ്ങിയ കാര്യങ്ങളെല്ലാം കവർ ചെയ്യുന്ന ഒരു ട്രെയിനിങ് പ്രോഗ്രാമാണ്. ഈ പ്രോഗ്രാം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കാണും. ആ ലിങ്ക് ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 100 പാർട്ടിസിപ്പൻസിനെ മാത്രമേ നമ്മൾ ഈ പ്രോഗ്രാമിലേക്ക് എടുക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ വീഡിയോൻ്റെ താഴെ കാണുന്ന ലിങ്കിൽ കയറി രജിസ്റ്റർ ചെയ്യാം. നിങ്ങൾക്ക് ടാസ്ക് നടത്തുന്ന ഈ പ്രോഗ്രാമിൽ വന്നുകൊണ്ട് അക്കൗണ്ട്സിലും GSTയിലും ടാലി പ്രൈമിലും നല്ലൊരു അവയർനെസ് ഉണ്ടാക്കിക്കൊണ്ട് നല്ലൊരു പ്രൊഫഷണലായിട്ട് മാറാൻ പറ്റുമെന്നുള്ളതാണ്. അടുത്ത സബ്ജക്റ്റുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.